ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ പരാതിക്കാരിയായ ഹർഷിന നിയമപോരാട്ടം തുടരുമെന്ന് കോഴിക്കോട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിലേക്ക് നീങ്ങാനാണ് തീരുമാനം. കേസിൽ ഇന്നലെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ദീപക് തർമ്മടം കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ് മോർണിംഗ് ഷോയിൽ. ഗുഡ് മോർണിംഗ് ദീപക് തർമ്മടം. അപ്പോൾ എന്തായാലും ഹർഷിന പോരാടാൻ തന്നെ തീരുമാനിച്ചു. ഗുഡ് മോർണിംഗ് എസ്. അതെ എസ് കെ ഈ കുറ്റപത്രത്തിലേക്ക് എത്തിയത് യഥാർത്ഥത്തിൽ 24-ന്റെ ഒരു ബിഗ് ഇമ്പാക്റ്റ് ആണ്. കാരണം ഈ ആരോരും ഇല്ലാതെ സഹായിക്കാനില്ലാതെ വേദന കടിച്ചമർത്തി 5 വർഷത്തോളം എണ്ണി നീക്കി ആ വാർത്ത ആദ്യം 24 ബ്രേക്ക് ചെയ്യുന്നു. എസ് കെ ഓർക്കുന്നുണ്ടാവും, ഒരു ഗുഡ് മോർണിംഗ് വിത്ത് എസ് കെനിലായിരുന്നു ആ വാർത്ത ആദ്യം ബ്രേക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് എല്ലാ മാധ്യമങ്ങളും ഏറ്റെടുത്തു. ഏറ്റവും ഒടുവിൽ ഇന്നലെ അത് കുറ്റപത്രത്തിലേക്ക് എത്തി. നമ്മുടെ ദൗത്യം ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു. പക്ഷേ എന്നാൽ ഹർഷീനയുമായി അല്പം മുൻപും സംസാരിച്ച സമയത്ത് അവർ പറയുന്നത് അവർ വിടാതെ പിന്തുടരുമെന്നുള്ളതാണ്. കാരണം കുറ്റപത്രത്തിൻ്റെ പകർപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർ ഹൈക്കോടതിയിലേക്ക് നീങ്ങും. അതിനുവേണ്ടി ജനുവരി 1-ാം തീയതി അവർ യോഗം വിളിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കുറ്റപത്രത്തിൽ ഈ മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ടായി, 2 ഡോക്ടേഴ്സിനും 2 നഴ്സസിനും എതിരെ കുറ്റപത്രത്തിൽ കുറ്റം IPC 338 പ്രകാരമുള്ള കുറ്റം കൃത്യമായി കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ കുറ്റം കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ ഈ വീഴ്ച വരുത്തിയവരിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കുകയും സർക്കാരിൽ നിന്ന് നഷ്ടപരിഹാരം നേടുകയും ആണ് ഹർഷീനയുടെ ലക്ഷ്യം. നേരത്തെ സർക്കാർ 2 ലക്ഷം രൂപ ക്യാബിനറ്റ് ചേർന്ന് ധനസഹായം പ്രഖ്യാപിച്ചുവെങ്കിലും അവർ അത് വാങ്ങിക്കാൻ സ്വീകരിച്ചില്ല. 1 കോടിയെങ്കിലും ധനസഹായം ലഭിക്കണം, നഷ്ടപരിഹാരം ലഭിക്കണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഹർഷീന. അവർ ഹൈക്കോടതിയിലേക്ക് അടുത്ത ദിവസം തന്നെ പോകും. ഇതിനായി 1-ാം തീയതി ഈ സമരസമിതിയും മറ്റും ആൾക്കാരുമായുള്ള യോഗം വിളിച്ചിട്ടുണ്ട്. അവർ കാത്തിരിക്കുന്നത് കുറ്റപത്രത്തിൻ്റെ പകർപ്പ് കിട്ടാൻ വേണ്ടിയാണ് എസ്. ഓക്കെ, താങ്ക് യു ദീപക് തർമ്മടം. വൈറൽ കത്രികയുമായി ഹർഷിന ദുരിതങ്ങൾ പേറിയ മാസങ്ങൾക്ക് കണക്കില്ല. ഒരുപാട് കാലം അവരിതുമായി നടന്നു. ആ കാര്യം പ്രേക്ഷകരെ അറിയിക്കാൻ കഴിഞ്ഞത് 24-ന്റെ നേട്ടമായി. മാത്രമല്ല, ആ വാർത്ത പ്രക്ഷേപണം ചെയ്യുക മാത്രമല്ല, ആ വാർത്തയെ നമ്മൾ വിടാതെ പിന്തുടരുകയും ചെയ്തു. അപ്പോൾ എന്തായാലും അതൊരു ഇപ്പോൾ ഏറ്റവും സന്തോഷകരമായ കാര്യം, പോലീസ് കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നു. ഇനി കോമ്പൻസേഷൻ്റെ സമയമാണ്. ഹൈക്കോടതിയിലേക്ക് നീങ്ങട്ടെ, അവർക്ക് അർഹമായ നഷ്ടപരിഹാരം കിട്ടാനുള്ള സാഹചര്യം ഒരുങ്ങട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം അത്ര കൂടുതൽ ക്ലേശം ഈ വനിത അനുഭവിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.